ഒന്നിന് കൊള്ളാത്ത കുറെ തിന്മമാര്. ഹായ് ഗായ്സ്, ഇവിടെ മടയുണ്ട്, പഴംപൊരി ഉണ്ടെന്നൊക്കെ പറയില്ലേ? അങ്ങനെ നമ്മുടെ വിശേഷങ്ങളൊക്കെ എടുത്തിട്ട് ഓസിന് കാശുണ്ടാക്കി പറ്റിക്കുന്നൊരു പരിപാടി. തല പോയാലും ഇത്തരം വൃത്തികേടുകൾക്കൊന്നും ഞാൻ കൂട്ടു നിൽക്കത്തില്ല. അമ്മ കൂട്ടു നിന്നില്ലെങ്കിൽ നാളെ അമ്മയെ കാലം പുരാവസ്തുക്കളുടെ ചവിട്ടുകുട്ടയിൽ വലിച്ചെറിയും. എന്തു കുന്തം വേണേലും ആയിക്കോട്ടെ, പക്ഷെ എനിക്ക് ഞാനാവാനേ പറ്റൂ. എന്നാലും അജ്ഞാത ശവം ആരുടെ ആയിരിക്കും? SP ഉമാദത്തൻ സാറിന്റെ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട്. SP ഉമാദത്തൻ സാർ ഇപ്പോൾ ന്യൂസ് 10 ടിവിയോട് സംസാരിക്കും. അയ്യോ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കിട്ടിയാൽ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? മോളെ, കാടിന്റെ ഭാഗത്ത് പിടിവിൽ നടന്നതിന്റെ ലക്ഷണങ്ങൾ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ആക്രമിച്ചത് മനുഷ്യനാണോ മൃഗങ്ങളാണോ അതോ ഇനി ആത്മഹത്യയാണോ എന്നൊക്കെ വരുന്ന മണിക്കൂറിൽ മാത്രമേ നമുക്ക് സ്ഥിരീകരിക്കാൻ കഴിയൂ. എന്തായാലും ഞങ്ങൾക്ക് കിട്ടാവുന്ന എല്ലാ ഫെസിലിറ്റികളും ഉപയോഗിച്ച് വളരെ ശക്തമായ അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. ആഹാ, ദേ നമ്മുടെ സുജാത. എന്തോ പറഞ്ഞാലും ആ കൊച്ചു മിടിക്കുക. പെമ്പിള്ളേരായ ഇങ്ങനെ വേണം. അഹങ്കാരം കൂടുതലായിട്ടൊന്നും ഇതുവരെ കണ്ടെത്താൻ കഴിയും. നശിപ്പിച്ച് കരണ്ട് പോയി. എന്നാലും ദത്തന്റെ പരിപാടി മുഴുവൻ കാണിച്ചിട്ടാണല്ലോ കറണ്ട് പോയത്. അല്ല, ഇനിയും കാണിച്ചാൽ? ആ അതെ അതെ. ആമി, നീ ഇലക്ട്രിസിറ്റി ബോർഡിലോട്ടൊന്ന് വിളിച്ചേ. എന്തിനാ? അവരെപ്പോഴേ ഫോൺ എടുത്ത് താഴെ വെച്ചിട്ടുണ്ടാവും. എന്നാലും നമ്മുടെ നാടാകെ മാറി. ഇന്ന് വരെ കേട്ടുകേൾവി പോലും ഇല്ലാത്ത എന്തെല്ലാം കാര്യങ്ങളാ. എന്റെ അമ്മയെ പണ്ടും ഇതൊക്കെ ഇവിടെ നടന്നിരുന്നു. പിന്നെ കേട്ടുകേൾവി ഇല്ലാതെ പോയതേ. അന്നൊന്നും TV മൊബൈലും ഒന്നും ഇല്ലല്ലോ. TV മൊബൈലും ഒന്നും ഇല്ലെങ്കിലും മനുഷ്യരല്ല ഇതിനേക്കാൾ നന്മയുള്ളവരായിരുന്നു. എന്ന് നമ്മൾ പറയുന്നല്ലേ, ആർക്കറിയാം എന്തായിരുന്നു. എന്നാലും ആ ശവത്തിന്റെ ബാക്കി ഡീറ്റെയിൽസ് അറിയാത്തത് കൊണ്ട് ഒരു മനസമാധാനവും ഇല്ല. എന്നാൽ എന്റെ മുത്തശ്ശി, ഈ കറണ്ട് ഇനി എപ്പോ വരുമെന്തോ. ദത്തേട്ടനെ ഞാൻ നന്നായിട്ടൊന്നും കണ്ടുകൂടിയില്ല. അതെ, നിനക്ക് സ്നേഹ കൂടുതലുകൊണ്ട് തോന്നുന്നതാ. ഞങ്ങളെല്ലാവരും നന്നായിട്ട് കണ്ടു.